കർക്കിടക മാസത്തിൽ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാം. അതുപോലെ കർക്കിടക മാസത്തിൽ നിന്നൊന്നുമില്ല, ഇതിന് ഏത് നേരം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഏത് കാലാവസ്ഥയിലും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ നമ്മളെ വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടൂ. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് കുട്ടികൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കണം എന്ന് തന്നെ പറയാം. കാരണം അവർ ചോദിച്ച് വാങ്ങി കഴിക്കും, അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാനും. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ വളരെ നല്ലതാണ്. കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും നല്ലതാണ്. ഇതിലൊരുപാട് അയൺ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വിളർച്ചയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കധികം അത്ഭുത ഗുണങ്ങളുണ്ട് എന്ന് തന്നെ പറയാം ഇതിന്. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് എള്ളാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ എള്ള് ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പോ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. എള്ളിൽ ഒരുപാട് മണ്ണും പൊടിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു 1-2 പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം നമുക്കിത് അരിപ്പയിലേക്ക് ഊറാനിടാം. ഒന്നുകിൽ നിങ്ങൾക്കിത് വെയിലത്ത് വെച്ച് ഉണക്കാം. അപ്പോൾ നാട്ടിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ മഴേൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു കോട്ടൺ തുണിയിലൊന്ന് നല്ലോണം ഇതൊന്ന് ഇട്ടതിന് ശേഷം നമുക്കൊരു ഫാനിൻ്റെ കാറ്റിന് അങ്ങനെ ഉണക്കിയെടുക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് അരിപ്പേന്ന് ഇത് അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. കരിഞ്ഞു പോകാൻ പാടില്ല, ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൽ ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അത് പാകമായി നമുക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ അത് പൊട്ടി വരാൻ തുടങ്ങും. വെള്ളമൊക്കെ ഒന്നിങ്ങനെ പൊട്ടി വരും. ആ ഒരു സമയത്ത് നമുക്കിത് പാകമായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതായത് നല്ലോണം പാകമായിട്ടുണ്ട്. അതിലെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് മേലെ നിന്ന് ഇങ്ങനെ ചെറിയ പുകയൊക്കെ വരാൻ തുടങ്ങും. ആ ഒരു സമയം നമ്മൾ തീ നല്ലോണം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ബാക്കി ഭാഗം എന്തെങ്കിലും ആവാനുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് ആയിക്കോളുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് പൊട്ടി വന്ന് എല്ലാം കൂടെ പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ചൂടോടെ ഒരിക്കലും ഇടാൻ പാടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മിക്സിൻ്റെ ജാറ് കേടായി പോകും. അപ്പോൾ ഇത് ഒരുപാടങ്ങ് മിനുസ പൊടിച്ചെടുക്കേണ്ട. നമ്മൾ നല്ലോണം പൊടിച്ചെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എണ്ണ ഊറി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. എള്ള് അങ്ങനെ കാണാനും കിടക്കണം, എന്നാൽ അത് പൊടിയും വേണം. ആ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ പൊടിച്ചു കൊണ്ടുവന്നത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി, അല്ലെങ്കിൽ എള്ള് മാത്രം മതിയാകും. പിന്നെ ഈ അണ്ടിപ്പരിപ്പും ബദുവാണ് ഞാൻ ചേർക്കുന്നത്. അതൊരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ്, നിങ്ങൾ എത്രത്തോളം എള്ളെടുക്കുന്നോ അതിനനുസരിച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് എടുക്കുക. 1/2 കപ്പ് എള്ളെടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അണ്ടിപ്പരിപ്പും അതുപോലെ 1/2 കപ്പ് ബദുവും എടുക്കാം. അപ്പോൾ അത് നമ്മൾ വറുക്കുന്നൊന്നുമില്ല, മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല മിനുസ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അത് യാതൊരു നിർബന്ധവുമില്ല. എള്ള് എടുക്കുക എന്തായാലും തീർച്ചയായിട്ടും. ഇനി നമ്മൾ എടുക്കുന്നത് അവിലാണ്. അപ്പോൾ അവിൽ എന്തായാലും എല്ലാവരുടെ അടുത്തും ഉണ്ടാകും. അണ്ടിപ്പരിപ്പും ബദവും ഒഴിവാക്കിയാലും എള്ളും അവിലുമാണ് നമുക്കിതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവിലെടുക്കുമ്പോൾ വെള്ള അവിലിനേക്കാളും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് നമ്മളെ മട്ട അവിലാണ്. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, ചുവന്ന അരിൻ്റെ, അതായത് കുത്തരീൻ്റെ അവിലാണ് ഇത് മട്ടാവിൽ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലത്. അപ്പോൾ അത് അയേണൊക്കെ കുറവുള്ളവരോട് ഡോക്ടേഴ്സ് അധികം പറയുന്നത് കേൾക്കാറുണ്ട്, അവിൽ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വളരെ നല്ലതാണ് ഹെൽത്തിന്. അതാണ് തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അവിൽ വറുത്തെടുക്കുമ്പോഴും നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതൊന്ന് പൊട്ടി വരും. നമ്മളൊന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അതും തണുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതും തണുത്തതിന് ശേഷം മാത്രമേ ഇടാതോ, അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ മിനുസ പൊടിച്ചെടുക്കണം. നമ്മൾ എള്ള് പൊടിച്ചെടുത്ത പോലെയല്ല, ഇത് നല്ലോണം തന്നെ പൊടിച്ചെടുക്കണം. നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചെടുത്തില്ലേ, അതുപോലെ തന്നെ നല്ല മിനുസ പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ എള്ളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ നമ്മളെ എള്ളും അവിലും പൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും പോതൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേറെ നട്ട്സോ അല്ലെങ്കിൽ ഡേറ്റ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. അതൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് വളരുന്ന കുട്ടികൾക്കൊക്കെ അതൊക്കെ നട്ട്സും ഡേറ്റ്സും ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ചൂടൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ചൂടുണ്ടാവും എന്തായാലും നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പം. ചെറിയ ചൂടുണ്ടെങ്കിൽ ആ ചൂടൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ബോട്ടിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നല്ലോണം കഴുകി തുടച്ചെടുത്ത ചില്ല് ബോട്ടിൽ വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് അളവിൽ എടുത്തുകൊണ്ട് നമുക്കിപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ തീരും. ഒരു 4 ആൾക്കൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് തീരും. അപ്പോൾ ഇത് നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത്. 1-2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുട്ടികൾക്കായാലും നമുക്കായി കഴിഞ്ഞാലും കഴിക്കാം. അപ്പോൾ ഇനി ഇതിപ്പം കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആവശ്യത്തിനനുസരിച്ചത് ഒരു ചെറിയ ബൗളിലേക്ക് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ചീകിയതും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനിത് സൂക്ഷിച്ച് വെക്കാനൊന്നുമില്ല, നമുക്ക് 4 ആൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ, ഒരു ബൗളിൽ എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് എല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ഒരു ബൗളിൽ എടുത്തതിന് ശേഷം ശർക്കര ചീകിയതും അതുപോലെ തേങ്ങയും മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിക്കാം. അപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ നമ്മൾ ചക്കര ഉണ്ടല്ലോ, നമ്മളെ കരിപ്പെട്ടി എന്ന് പറയുന്നത്, അതും ചേർത്ത് കൊടുക്കാം. ഒന്ന് ചീകിരി ചേർത്ത് കൊടുത്താൽ മതി. അതാണ് കൂടുതൽ നമ്മളെ ഹെൽത്തിന് നല്ലത്. അപ്പോൾ ഇത് സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കൈവച്ച് നല്ലോണം തിരുമ്മിയിട്ട് അങ്ങനെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. ഉണ്ടാക്കാനും പണിയില്ല, അതുപോലെ കർക്കിടകം അങ്ങനെ ഒന്നുമില്ല. ഇത് ഏത് നേരം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കാണ് ഇത് പ്രത്യേകിച്ച് കഴിച്ചിരിക്കേണ്ടതെന്ന് തന്നെ പറയാം. അവരുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും പല്ലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എള്ള് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നില്ല. എള്ളിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ സാധാരണ വെളുത്ത എള്ളിനേക്കാളും കൂടുതൽ നല്ലത് ഈ കറുത്ത എള്ളാണ്. അപ്പോൾ കറുത്ത എള്ളിലാണ് ഒരുപാട് അയണും കാൽസ്യം പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഞാൻ അതാ പറഞ്ഞത്, കുട്ടികളിലെ ഓർമ്മശക്തിക്ക് വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. അതുപോലെ നമ്മൾ BP ഒക്കെ കൂടുതലുള്ളവർക്ക് നല്ലതാണ്. അതുപോലെ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. രക്തത്തിൽ പഞ്ചസാരേൻ്റെ അളവൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നതിന് വളരെ നല്ലതാണ്. ഇതിൽ മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ആസ്മ, അലർജി അതൊക്കെ ഉള്ളവർക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ഈസ്ട്രജൻ്റെ അളവ് ഒരുപാടുണ്ട് ഇതിൽ. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും നല്ലതാണെന്ന് നമുക്ക് പറയാം. നമ്മൾ ദിവസേന 1 ടേബിൾ സ്പൂൺ എള്ള് വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ കുതിർത്തിട്ടോ മുളപ്പിച്ചിട്ടോ ഒക്കെ കഴിക്കാം. അത് നമ്മളെ ശരീരത്തിന് വളരെ നല്ല ഗുണം ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പീരീഡ്സ് ആകുന്ന ആ ഒരു ടൈമിലൊക്കെ വയറുവേദന അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ അതുപോലുള്ള വേദനകൾക്കൊക്കെ ശമനം കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കുക. കർക്കിടകം വരാനോ അങ്ങനെയൊന്നും നിൽക്കണ്ട, എല്ലാ ദിവസവും ഓരോ ടേബിൾ സ്പൂൺ വീതം കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. താങ്ക്